ഒരു 8-10 വകുപ്പുകളുടെ നിയന്ത്രണം കൈവശം വേണമെന്നാണ് മന്ത്രിയാകുന്നതിന് മുമ്പ് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. അത് ആ വകുപ്പിലൊന്നും കയറി ഭരിക്കാനൊന്നുമില്ല കേട്ടോ. അവിടുത്തെ സ്വാധീനം ഉപയോഗിച്ച് അതിൻ്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി കേരളത്തെ ഒരു പറുദീസയാക്കി മാറ്റാനായിരുന്നു. ആ ഒരൊറ്റ വാശിയിലങ്ങ് നിന്നു. അല്ലെങ്കിൽ മന്ത്രിയാകാനില്ല എന്ന് കട്ടായം പറഞ്ഞു. മോദിജിയും അമിത്ഷാജിയും ഒക്കെ അത് സമ്മതിച്ചു. അങ്ങനെയാണ് നമ്മൾ മന്ത്രിയായത്. കൂട്ടത്തിൽ നമ്മുടെ ജോർജ് ഷാനും മന്ത്രിയായി. ജോർജ് ഷാനും നമ്മുടെ ഗോപിയേട്ടനും മന്ത്രിസഭയിലുള്ളത് കൊണ്ട് കേരളം ഇതൊക്കെ അങ്ങ് വിശ്വസിച്ചു കേട്ടോ. ഈ പുതിയ ബജറ്റ് വരുമ്പോൾ കേരളത്തിന് എന്തെങ്കിലും പൊട്ടും പൊടിയും കിട്ടും, എന്തെങ്കിലും ഒന്ന് തടയുമെന്ന് അങ്ങ് വിശ്വസിച്ച് പോയതാ. പക്ഷേ സംഭവിച്ചത് എന്താ? നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചു. പ്രസംഗം തീരുന്നത് വരെ നമ്മളെ കാത്തിരുന്നു. അവസാനം നമുക്കൊരു പുല്ലുമില്ല. നിർമ്മലാ സീതാരാമൻജി അവസാനം നടുവിരൽ ഉയർത്തി ഷിറ്റ് എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഈ ബജറ്റിലൊന്നും കിട്ടാതിരുന്നതേ, എയിംസിനെ പറ്റി പോലും മിണ്ടാതിരുന്നത് നമുക്കും വാസ്തവത്തിലൊരു വല്ലാത്ത ഒരു അടിയായിപ്പോയി, മുഖത്തേറ്റ ഒരു അടിയായിപ്പോയി. അതിൻ്റെ പിന്നാലെ ഈ മാധ്യമക്കാർ എവിടെ കണ്ടാലും ചോദ്യവുമായിട്ട് വരും. നമുക്ക് ബജറ്റിലൊന്നും കിട്ടിയില്ല എന്ന് ആരോപണമുണ്ടല്ലോ എന്നിങ്ങനെ നിരന്തരം ചോദിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ആരോപണം ഉണ്ടായിക്കോട്ടെ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനേ അന്ന് പറ്റിയുള്ളൂ. പിന്നെ ഈ ഓരോ വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ നൽകുമായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നടക്കാതായപ്പോൾ അതിൻ്റെ ഒരു വൈക്ലഭ്യം മാറ്റാൻ വേണ്ടി നമ്മൾ ഈ ഭരത്ചന്ദ്രൻ IPS, അതുപോലെ തന്നെ തമിഴ് സിനിമയായ ധീന, ഇതിലെയൊക്കെ ഡയലോഗുകൾ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് പുട്ടിന് തേങ്ങാപ്പീര് പോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് കാച്ചും. അപ്പം ജനം കൈയടിക്കും, പൊട്ടിച്ചിരിക്കും, നമുക്കും സന്തോഷം, സ്വസ്ഥം, സുഖം. അതായിരുന്നു അടുത്ത കാലം വരെയുള്ള കലാപരിപാടി. ഇനിയിപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി ചലച്ചിത്ര അഭിനയ രംഗത്തേക്ക് മടങ്ങി വരികയാണ്. 8-10 വകുപ്പുകളിൽ സ്വാധീനം വേണം, അത് വെച്ച് നമ്മളെ കേരളത്തെ നന്നാക്കും, കേരളത്തെ മാത്രമല്ല വേണ്ടി വന്നാൽ തമിഴ്നാടിൻ്റെ കാര്യവും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിരുന്ന സുരേഷ് ഗോപിയുടെ സ്വാധീനം ഇനിയിപ്പോൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടു നിർത്തുന്ന ഒരു കാരവനിൽ അദ്ദേഹം കൊണ്ടിരുത്തുന്ന 2-3 കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരിലേക്ക് ഒതുങ്ങുകയാണ്. വാസ്തവത്തിൽ സുരേഷ് ഗോപി ഇപ്പോൾ ഏത് വേഷമാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കൊമേഡിയൻ്റെ വേഷമാണോ? അതോ ഒരു സ്വഭാവ നടൻ്റെ റോളാണോ അവതരിപ്പിക്കുന്നത്? അദ്ദേഹം നേരത്തെ മലയാള സിനിമയിൽ വളരെ സജീവമായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ മാന്യമായ ഒരു സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി MP ആയി, മന്ത്രിയായി. ഇപ്പോൾ ഒരു ഹാസ്യ നടൻ്റെ റോളിലെങ്കിലും ശോഭിക്കാൻ അദ്ദേഹം വല്ലാതെ പെടുകയാണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രകൃതം കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ ഒരു തിട്ടവുമില്ല. കേരളത്തിലെ BJPക്ക് അദ്ദേഹം ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സംസ്ഥാന നേതൃത്വത്തിൽ ഒരു അടക്കം പറച്ചിൽ ഇപ്പോൾ തന്നെയുണ്ട്. അഭിനയവും രാഷ്ട്രീയ പ്രവർത്തനവും രണ്ടും രണ്ടാണെന്ന് ഇപ്പോഴും സുരേഷ് ഗോപിക്ക് ബോധ്യമായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹം ശരിക്ക് മന്ത്രിയാണോ, MP ആണോ, രാഷ്ട്രീയ പ്രവർത്തകനാണോ, അതോ സിനിമാ നടനാണോ? സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സാധാരണ മനുഷ്യന് ഒരേ സമയം സിനിമ നടനായിരിക്കുക അത് വല്ലപ്പോഴുമല്ല, ധാരാളം സിനിമകൾ ഒരേ സമയം ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അപ്പം ഒരേ സമയം സിനിമാ നടനായിരിക്കുക, ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകനാവുക, MP ആവുക, മന്ത്രിയാവുക, അതൊക്കെ 100 തലയുള്ള ഒരാൾക്ക് പോലും അല്ലെങ്കിൽ 1000 കൈകളുള്ള ഒരു വ്യക്തിക്ക് പോലും സാധിക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട് സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം സിനിമയാണ് തനിക്ക് ഏറ്റവും പ്രധാനം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന. തിരുവനന്തപുരത്ത് നടന്ന ഒരു സ്വീകരണ യോഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ ചത്തുപോകുമെന്ന് അദ്ദേഹം ഈയിടെയാണ് മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അരപ്രാണനേ ഉള്ളൂ, സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണല്ലോ. ഇതിനിടയ്ക്ക് സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ ഒക്കെ ചെയ്തതുപോലെ ഒരു ദേശീയ പതാകയും പിടിച്ചുകൊണ്ടുള്ള ഒരു മോണോ ആക്റ്റൊക്കെ നടത്തിയല്ലോ. അതുപോലെ ഈ പാവപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ നമ്മൾ കാണിക്കുന്ന ഒരു വേഷം, അതായത് ഭരത്ചന്ദ്രൻ IPS രാജാപ്പാട്ട്, ആ വേഷമൊക്കെ അവതരിപ്പിക്കുന്ന ചെറു വേലകളിലൂടെയാണ് ഈ അരപ്രാണനെങ്കിലും ഇപ്പോൾ നിലനിർത്തുന്നത്. അത് വയ്യ, മടുത്തു. ഈ അരപ്രാണനുമായി
ജീവിക്കാൻ, അല്ലെങ്കിൽ അതുമായി ഡൽഹിയിൽ കെട്ടിക്കിടക്കാൻ വയ്യ. അതുകൊണ്ട് സിനിമയിലേക്ക് തിരിച്ചു വരാൻ അങ്ങ് തീരുമാനിച്ചു. നമ്മുടെ പ്രധാനമന്ത്രി യുക്രൈനിൽ പോയിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ മന്ത്രിമാരുടെ ഓഫും ലീവും ലോങ് ലീവും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ അമിത് ഷാജിയാണ്. അദ്ദേഹത്തെ പോയി കണ്ടു, ഒരു ഫയലും ഒക്കെ ആയിട്ട്. അദ്ദേഹം അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി, എന്നിട്ട് അതൊരു സൈഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനിയിപ്പോൾ അമിത് ഷാജി സമ്മതിച്ചാലും പെർമിഷൻ തന്നാലും ഇല്ലെങ്കിലും സിനിമാ രംഗത്ത് സജീവമാകുക എന്നുള്ളതാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ മുമ്പിലുള്ള അജണ്ട. എന്തായാലും സെപ്റ്റംബർ 6 ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ നമുക്ക് ഇനിയും കാണാം. ഇനി ഇതിൻ്റെ പേരിലും കാണും മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയാണെങ്കിൽ പുല്ലേ പോട്ട് എന്ന് പറയും. അത്ര തന്നെ. വാസ്തവത്തിൽ ഈ മന്ത്രിയാകാൻ ആഗ്രഹിച്ചതല്ല, മന്ത്രിസ്ഥാനം വേണ്ട എന്ന് മോദിയുടെയും അമിത് ഷാജിയുടെയും കാല് പിടിച്ച് പറഞ്ഞതാണ്. അന്ന് ചില ആളുകൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളോടുള്ള അസൂയുള്ളവർ പറഞ്ഞു വരുത്തിയത് എന്താ, നമുക്ക് ഈ ക്യാബിനറ്റ് പദവി കിട്ടാത്തത് കൊണ്ടുള്ള കുശുമ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇഷ്ടക്കേട് കൊണ്ടാണ് ഈ സഹമന്ത്രി സ്ഥാനം സ്വീകരിക്കാൻ മടിക്കുന്നത് എന്നാണ്. സത്യമായിട്ടും നമ്മുടെ തൃശ്ശൂരിലെ ലൂർദ് മാതാവാണേ സത്യം, വേണ്ടാഞ്ഞിട്ടാ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം മോദിജിയും അമിത് ഷാജിയും എന്താ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് തരുന്ന മന്ത്രിസ്ഥാനമല്ല മിസ്റ്റർ, ഇത് നിങ്ങളെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്ത് വിട്ട കേരളത്തിലെ ജനങ്ങൾക്കുള്ളതാണ്. BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സഹായിച്ച കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഒരു പ്രത്യുപകാരമാണ്. അതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് തൃശ്ശൂരിലെ MP നമ്മളെന്നാണ്, അവരാ നമ്മളെ ജയിപ്പിച്ചു വിട്ടതെന്നാണ്. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ തൃശ്ശൂർ വന്ന് തച്ചിന് പണിയെടുത്തിട്ടാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചതെന്നാണ്. അപ്പോൾ പിന്നെ അത്രയാകുമ്പോഴേ ഒരു മന്ത്രിസ്ഥാനം തരുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ സ്വീകരിച്ചതാ, അല്ലാതെ വേണ്ടിയിട്ടല്ല. സത്യം. 1-2 സിനിമയല്ല, ഒറ്റക്കൊമ്പൻ കഴിഞ്ഞാൽ ഇരട്ടക്കൊമ്പൻ, അങ്ങനെ മൊത്തത്തിൽ 22 സിനിമകളാണ് കൈവശമുള്ളത്. അതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതൊക്കെ ആർത്തിയോടെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ മന്ത്രിസ്ഥാനം എന്ന് പറയുന്ന ഒരു കൊസ്രാക്കൊള്ളി. അതിനൊരു ഉപായം കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു മറുമരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. അതായത് നമ്മുടെ ഡൽഹിയിലെ ആഫീസ്, അവിടുന്ന് ഒരു 2-3 ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ഈ ഷൂട്ടിംഗ് സൈറ്റിലേക്ക് കൊണ്ടുവരും. അവരെ അവിടെ ഒരു കാരവനിൽ ഇരുത്തും. അതിൻ്റെ ചിലവ് നിർമ്മാതാവ് കൊടുക്കണം. ഇനി അതിന് അദ്ദേഹം തയ്യാറല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കും. അവർ കാരവനിൽ ഒരു ഓഫീസ് അങ്ങ് സെറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഷോട്ട് കഴിയുന്നു, നേരെ കാരവനിലേക്ക് പോകുന്നു, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ഒരു ഫയലിൽ ഒപ്പുവയ്ക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഷോട്ട് എടുക്കുന്നു, വീണ്ടും കാരവൻ, വീണ്ടും ചർച്ച, വീണ്ടും ഒരു ഫയൽ അതിലൊപ്പ് വയ്ക്കുന്നു, വീണ്ടും ഷോട്ട്, കാരവൻ, ഫയല്, ഒപ്പ്. അങ്ങനെ അന്യഥാ ഓഫീസിലിരുന്നു കൊണ്ട് ചെയ്യാവുന്ന ജോലി നമ്മുടെ ഈ തിരക്ക് പിടിച്ച ഷൂട്ടിങ്ങിനിടയിൽ ഒരു കാരവനിലിരുന്നു കൊണ്ട് നിർവഹിക്കാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടെ ഡൽഹിയിലെ ആഫീസിലും പാർലമെൻറ്റിലും ഒന്ന് തല കാണിക്കുകയും വേണം, അത്ര തന്നെ. ഡൽഹിയിൽ നമുക്ക് മന്ത്രിയുടെ ആഫീസിൽ വേണ്ടത്ര പണിയൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഷൂട്ടിങ്ങിലേക്ക് തിരികെ വരുമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നാളെ ആളുകൾ അങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യതകൾ ഉണ്ട്. അത് ശരിയല്ല കേട്ടോ, പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഡൽഹിയിൽ സാധാരണഗതിയിൽ ഈ സഹമന്ത്രിമാർക്ക് അവരുടെ അവസ്ഥ ഇതാ. കാരണം ഈ ക്യാബിനറ്റ് മന്ത്രിമാർ മഹാമല്ലന്മാരായിരിക്കും. അവർ ഒരു ഫയൽ പോലും സഹമന്ത്രിമാർക്ക് കൊടുക്കത്തില്ല. അതുപോലെ തന്നെ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ പാർലമെൻറ്റിൽ അതിന് പോലും അവസരം സാധാരണഗതിയിൽ ലഭിക്കാറില്ല. അത് ഏത് പാർട്ടിയുടെ ഏത് മുന്നണിയുടെ മന്ത്രിസഭയാണെങ്കിലും സഹമന്ത്രിമാരുടെ സ്ഥിതി ഏതാണ്ട് ഇതാണ്. ഇനി ഫയലൊന്നും തന്നില്ലെങ്കിൽ, പാർലമെൻറ്റിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവസരം കിട്ടുന്നില്ലെങ്കിൽ വെറും സന്തോഷം എന്നങ്ങ് വയ്ക്കും. പിന്നെ നമ്മളും നമ്മുടെ കാരവനിലെ ഉദ്യോഗസ്ഥരും ഷൂട്ടിങ്ങും കാരവനിലെ പ്രൊഡക്ഷൻ ഫുഡിൻ്റെ ഈറ്റിങ്ങുമായിട്ട് ഖുഷിയായിട്ട് അങ്ങ് കഴിയും. ഭരത് ചന്ദ്രനോടാ കളി അല്ലേ?